ഇസ്ലാമിക് രാജ്യമായാൽ മുസ്ലിം സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ട ഗതിയിലാവും, ഹിന്ദു കൂട്ടങ്ങൾ ഉണ്ടാവും എന്ന് ആരിഫ് ഹുസൈൻ. ഇവനറിയില്ല, ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിം. എന്തെല്ലാം അവസ്ഥ! ഈ പന്ന ഡാഷ് മോൻ പറയുന്നത് കണ്ടില്ലേ, എന്ത് പച്ച വർഗീയതയാണ് പറയുന്നത്. വല്ലാത്തൊരവസ്ഥ കേട്ടോ. നമ്മുടെ നാട് നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇങ്ങനത്തെ ഓരോ പരനാറികൾ ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ടിട്ട് ഇവിടെ വർഗീയത കുത്തി നിറയ്ക്കാൻ. ഞാൻ ചോദിച്ചു നോക്കട്ടെ, എത്ര കൊല്ലം മുന്ന ഒരുപാട് എന്താ പറയുക, മറ്റേ മുഗൾ രാജാക്കന്മാരൊക്കെ ഭരിച്ച സ്ഥലമാണ് ഇന്ത്യ. ഇപ്പൊ ഇവൻ ഈ പന്ന മോൻ പറയുന്നത് ഇന്ത്യന്റെ കാര്യമായിരിക്കും. എത്ര പേര് ഭരിച്ചിട്ടുണ്ട്, എത്ര കൊല്ലങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഈ പ്രശ്നങ്ങൾ ഇന്ന് ചെറിയ പോസ്റ്റുകൾ ഇട്ടിട്ട് ജനങ്ങളെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു വർഗീയത എന്താ പറയാ പടർത്തുകയാണ്. ഓരോ സ്റ്റേറ്റ്മെന്റ് കൂടെ വർഗീയത ഉണ്ടാക്കുകയാണ് പച്ചക്ക്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, അറബ് കൺട്രീസ് മുസ്ലിം രാജാക്കന്മാരെല്ലാം ഭരിക്കുന്നത്, എത്ര പേർക്ക് തൊഴിലാളി കിട്ടുന്നുണ്ട്, എത്രത്തോളം ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യ ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ഒമാൻ ആയിക്കോട്ടെ, കുവൈത്ത് ആയിക്കോട്ടെ, എല്ലാവരെയും വലിയ പ്രശ്നങ്ങളിലാണ് പോകുന്നുണ്ടല്ലേ. ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പാകിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സ്ഥലങ്ങളിലുണ്ട്. ഇപ്പം പലസ്തീനും ഇസ്രായേലും തമ്മിൽ അടിയുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇവന്മാരെ പോലത്തുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും തുറന്നു വെച്ചിട്ട് വർഗീയതായിട്ട് പോസ്റ്റായിട്ട് അടിച്ചു വിടുകയാണ്. ഇതിൽ എന്ത് നേട്ടമാണ് ഇവർക്ക് ഉണ്ടാകുന്നത്? ചോര കുടിക്കുകയാണ്. ഇത് സമൂഹത്തിൽ ഇങ്ങനത്തെ പോസ്റ്റ് ഇടുമ്പോൾ കുറെ പേര് തെറ്റിദ്ധരിക്കും. അതിൽ എന്താ വെച്ചാൽ നമ്മുടെ നാട് കുട്ടിച്ചോറാൻ വേറൊന്നും വേണ്ട. ഇങ്ങനത്തെ പന്നകൾ ഓരോ പോസ്റ്റ് ഇട്ടിട്ട് അവർക്ക് ലാഭം ഉണ്ടാവും, അവർക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാവും. പക്ഷെ ജനങ്ങളിലേക്ക് ഭിന്നിപ്പ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ അങ്ങനെ കുറെ ഹിന്ദു സഹോദരന്മാർ തെറ്റിദ്ധരിക്കും. അപ്പോൾ മുസ്ലിം സഹോദരന്മാർ എന്ത് ചെയ്യും, കുറെ എന്താ പറയാ വേറെ രീതിയിൽ പ്രതികരിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ചിട്ട് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാണ്. വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. ഇതിനൊക്കെ എന്താ പറയുക, ഈ പന്നേനൊക്കെ ഒന്ന് ഒതുക്കേണ്ട സമയം കഴിഞ്ഞേക്ക്. സമൂഹത്തിൽ വർഗീയ വിത്ത് ഇവൻ വിതയ്ക്കുകയാണ്. ഇവനൊക്കെ എടുത്തിട്ട് ഉള്ളിലിടേണ്ട സമയം കഴിഞ്ഞേക്ക്. അപ്പോൾ ചില പോസ്റ്റുകൾ കൊണ്ടാണ് എന്താകുന്നത്, പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ നേപ്പാളിൽ ഈ വർഗീയത, നേപ്പാളിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നല്ലോ കുറച്ച് മുന്നേ. അത് അവിടുത്തെ ഒരു ജെൻഫ്രിയ അങ്ങനെ ഒരു കുട്ടിയുടെ പ്രസംഗം വഴിയാണ് അവിടെ മൊത്തം ആളി കത്തിയത്. ഇതുപോലത്തെ പോസ്റ്റുകൾ ഇടുമ്പോൾ ചിലപ്പോൾ അത് ആളി കത്താനത് മതി. മനസ്സിലായി? ഇതിൽ കൂടെയൊക്കെ ഇവൻ സമൂഹത്തിന് എന്ത് നന്മയാവും കൊടുക്കുന്നത് ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ടിട്ട്. വല്ലാത്തൊരവസ്ഥ കേട്ടോ. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ കുറേ വർഷങ്ങൾ മുന്നേ ഇങ്ങനെയൊന്നുമില്ല. ഇതിപ്പം സോഷ്യൽ മീഡിയയിലെ അതിപ്രസരം കൊണ്ട് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുമ്പോൾ അത് കുറേ ആൾക്കാർ വേറെ രീതിയിലേക്ക് തെറ്റിദ്ധരിക്കും. ഓക്കെ, അപ്പോൾ ഇവനെപ്പോലുള്ള ആൾക്കാരൊക്കെ നിലക്ക് നിർത്തുന്ന സമയം കഴിഞ്ഞിട്ടോ. സമൂഹത്തിന് സമൂഹത്തിലേക്ക് നല്ലതൊന്നും കൊടുക്കുന്നില്ല. അത് പോട്ടെ, ഇങ്ങനത്തെ ചില പോസ്റ്റുകൾ ഇടുമ്പോൾ അവിടെ എന്താവും, മൊത്തത്തിൽ മതസ്പർദ്ധയൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് ഇതാവും, വർഗീയതയിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇവനൊക്കെ എടുത്തിടണോ, ഉള്ളിലിടണോ, എന്തൊക്കെയാണ് പച്ചക്ക് വർഗീയത അടിച്ച് വിടുക തന്നെയാണ്.